ഇതിനകത്ത് എന്നാന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, നീ പേടിക്കരുത്. ഇതിനകത്ത് എന്നാന്ന് പറയാം. മീനിനകത്ത് വെള്ളം വേണ്ടടാ. അങ്ങനെ തന്നെ ആയിരിക്കും. ജീവനുള്ള അത് പിന്നെ ചത്ത സാധനത്തിന് മൂടി വെക്കും. പൊക്കി നോക്കി നീ പേടിക്കണ്ട. പൊക്കി മാറ്റിക്കോ. നമ്മയെ കണ്ടില്ലായിരുന്നു മീ? ഇത് വലുതാവും, കുറച്ചുകൂടെ വലുതാവും. തുടരുത്. അതിനകത്തൊരു കാര്യമുണ്ട്. കാരണം പിള്ളേരോ അല്ലെങ്കിൽ പ്രായം ആയ ആൾക്കാരോ ഗർഭിണികളോ ഈ മീനിനെ ഈ ആമേനെ തൊടാൻ പാടില്ല. അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം കേട്ടോ. ഇപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും മൊബൈലിൽ ഒത്തിരി ഗെയിം കളിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഓൺലൈൻ ഗെയിമിനെ കുറിച്ചാണ്. ക്ലാസിക് റമ്മി എന്ന് പറയുന്ന ഒരു ഗെയിം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗെയിം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം സൈൻ അപ്പ് പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഗെയിം കളിക്കാവുന്നതാണ്. ഈ ഗെയിമിന് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി സേഫ് ആണ്, ലീഗലാണ്. അതുപോലെ തന്നെ നമ്മൾ കളിച്ചുണ്ടാക്കുന്ന പൈസ 24 മണിക്കൂർ കൊണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇവരുടെ കസ്റ്റമർ കെയർ സർവീസ് 24 മണിക്കൂറും എല്ലാ ദിവസവും ആക്റ്റീവ് ആണ്. അതുകൂടാതെ വെൽക്കം ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കൂപ്പൺ കോഡ് വെച്ചിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 5000 രൂപ വരെ നമുക്ക് ബോണസ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് 500 രൂപ ബോണസ് കിട്ടും. ആദ്യത്തെ 7 ദിവസം നിങ്ങൾക്ക് 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ ഏപ്പിൾ ടോണി നടപ്പുണ്ട്. അതായത് ഏകദേശം 8.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് അതിനകത്തോട് വിൻ ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 8 മണിക്ക് ഈ സെയിം ടോണി ഉണ്ടായിരിക്കുന്നതാണ്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പൈസ വിൻ ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ടുള്ള റോൾ ടോണീസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് കിട്ടുന്നത് 3 ലക്ഷം രൂപയുടെ വരെ വൗച്ചേഴ്സും ഗിഫ്റ്റുമാണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും 2 മണിക്ക് ഇത് കളിക്കാവുന്നതാണ്. ഡെയിലി 10,000 രൂപ വരെ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള ചാൻസസ് അതിനകത്തുണ്ട്. അപ്പോൾ ചുമ്മാ ഇരിക്കുവാണെങ്കിൽ ഒന്ന് കളിച്ചു നോക്കാം കേട്ടോ. ഈ ആമയുടെ പേരെന്നറിയോ? ഈ ആമയുടെ പേര് റെഡ് ഇയേർഡ് സ്ലൈഡർ എന്ന് പറയും. ഇയർ എന്ന് പറഞ്ഞാൽ ചെവി. ഇതിന്റെ ശരിക്കും പറഞ്ഞ ഇതിന്റെ ചെവിക്ക് ഒരു ചുവന്ന നിറവാണ് ഈ ആമയുടെ. ഈ ആമേനെ വളർത്തുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രായമായവരോ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരോ ഹരിക്കുട്ടനെ പോലത്തെ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളുള്ള വീട്ടിൽ ഇതിനെ വളർത്തുമ്പോൾ സൂക്ഷിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ദേഹത്തൊരു ബാക്ടീരിയ, ആ ബാക്ടീരിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്ക് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ശരിക്കും ഡയറിയ പോലത്തെ അസുഖം ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പം അധികം ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്കാർ ഇതിനെ വളർത്താൻ നോക്കരുത്. അപ്പൊ നമുക്ക് ഇതിനെ പയ്യെ വെള്ളത്തിലോട്ട് വിട്ടാലോ? ചെവിയിൽ ചുവന്ന് ഇറങ്ങണ്ടോ? ഓറഞ്ച്. അപ്പൊ ഇച്ചിരി വലുതാകുമ്പോഴേക്കും ഇതിന് ചെറിയൊരു ചോപ്പ് നിറം വരും. അതുകൊണ്ടാണ് ഇതിന് റെഡ് ഇയേർഡ് സ്ലൈഡർ എന്ന് പറയുന്നത്. സ്ലൈഡർ എന്ന് പറയുന്ന കാര്യം പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ ആമയിൽ നമ്മൾ ഇടാൻ പോകുന്ന കുളം ഇതാണ് കേട്ടോ. ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ അല്ലായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ഇതിന് ഈ പരുവത്തിലാക്കിയതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. ഈ ടാങ്ക് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ട്. അതിനകത്തെ ആ ഒരു ഇത് മൊത്തം സ്ട്രക്ചർ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ മീൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ഗോൾഡ് ഫിഷ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നോക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇവനെ കാണാൻ പറ്റും. വേറെ ഇതിനകത്ത് എന്തൊക്കെ മീൻ ഉണ്ടെന്ന് ഞാൻ പോലും ഓർക്കുന്നില്ല. ഈ മീൻ വല്ലതും ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വലയൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എവിടുന്ന് തുടങ്ങണം എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഒരു പ്ലാറ്റിയൊക്കെ ചത്ത് കിടക്കുന്നു കേട്ടോ. ഇതെങ്ങനെ ചത്തു പോയെന്നൊരു ഐഡിയ ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യും, തടിയൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയുന്നുണ്ടോ, ഇതൊരു പ്ലാറ്റ് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഈ കിടക്കുന്ന എല്ലാം ചെളിയാണ്. ഇത് കണ്ടോ, ഇത്രയും നാളായി ഇത് ക്ലീൻ ചെയ്തിട്ട്. നമുക്കൊരു കാര്യം ചെയ്യുന്നത് ആദ്യം ഇതിനകത്ത് പായലെല്ലാം വാരി നമുക്ക് നമ്മുടെ ബക്കറ്റിലോട്ട് ഇടാം. ഈ സൈഡിലോട്ട് വരുമ്പോൾ പായലിനൊക്കെ നല്ല വലുപ്പമാണ്. ഇത് കണ്ടോ, നല്ല വലുതാണ് പായൽ. നമ്മൾ ഇതുവരെ ഇതിനകത്ത് മീനിനെ ഒന്നും കണ്ടില്ല. മീനുണ്ടോ എന്ന് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. പായലിൻ്റെയൊക്കെ വലുപ്പം നോക്കി. നമുക്ക് പയ്യ ഗോൾഡ് ഫിഷിനെ പിടിച്ച് ഇതിലോട്ട് മാറ്റാം. പിരാനിൽ നിന്നും ഇട്ടിട്ടില്ലല്ലോ അല്ലേ? വാടാ, ഇതുണ്ടോ, ഇതെനിക്ക് തോന്നുന്നത് 2 വർഷം കാണിച്ചു തരാവേ. കണ്ടോ, സുന്ദരനല്ലേ? പോലെ വെയിറ്റ്, പെർഫെക്റ്റ്. ഇവിടെ ഇത് നമുക്ക് ഈ ചെടി അങ്ങ് പറിക്കാവേ. ചെടി നമ്മൾ പറിച്ച് കളയുന്നില്ല. ചെടി നമ്മൾ ഇതിനകത്ത് തന്നെ നട്ട് വെക്കുവാണിത്. അയ്യോ മൈ ഗോഡ്, ഈ ചെടിയുടെ വേരിറങ്ങിയിട്ട് ഇതിനകത്ത് എന്തോരം ഇറങ്ങി നിൽക്കുന്ന നോക്കി. നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറേ മണ്ണ് അതിൻ്റെ കൂട്ടത്തിലേക്ക് പോകുന്നു. മിക്കവാറും ഇതിൻ്റെ ചോട്ടിൽ അതുപോലെ തന്നെ കാണും. ഒരു ഏരിയയിലെ മണ്ണായിട്ടിങ്ങ് പോരും. ഇതുണ്ടോ, ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വെച്ചാൽ മതി. അപ്പോൾ എന്താണ് നമുക്കിനി ഇതിനകത്ത് വല്ല മീനുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. മീനുണ്ടാകാൻ ചാൻസ് തീരെയില്ല. നമ്മൾ ഈ സൈഡിലെ മണലിങ്ങനെ മാറ്റുവാണ് കേട്ടോ. ഈ സൈഡിലെ മണൽ നമ്മളിങ്ങനെ മാറ്റി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലുണ്ട് അടി മണൽ കിടപ്പുണ്ട്. ഈ മണലിങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഇവിടെ താഴ്ചയാകും. അപ്പോൾ നമ്മൾ വെള്ളം വറ്റിച്ച് കഴിയുമ്പോഴേക്കും മീനുകളൊക്കെ ഇവഞ്ച്വലി ഈ ഒരു ഇതിനകത്ത് വരും. പെർഫെക്റ്റ്. ഈ വെള്ളം വലിച്ചുവിടാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യുന്ന ആവശ്യമില്ല. പൈപ്പ് എടുത്ത് അങ്ങോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ ടാപ്പ് ഓൺ ചെയ്യുക. ഇതിനകത്ത് വെള്ളം വരുന്നുണ്ട് കേട്ടോ.
ഇനി നമ്മൾ ഇതെടുത്ത് വെച്ചിട്ട് ഈ വല എടുത്ത് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് അങ്ങ് വെക്കും. പൈപ്പ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ എൻഡ് നിങ്ങൾ നോക്കി കഴിയാതുണ്ടോ വെള്ളം വരുന്നുണ്ടോ? ഈ വെള്ളം നല്ല വെള്ളമാണ് കേട്ടോ, ചെടിക്കൊക്കെ നല്ലതാണ്. അപ്പം നമ്മൾ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചുവട്ടിലോട്ട് ഈ പൈപ്പ് അങ്ങിടാം. വെള്ളം വെറുതെ കളയണ്ട. മീനിനൊന്നും കാണുന്നില്ല, ഒന്നുമില്ലത്. ഇടയ്ക്ക് ഒരു കുറേ പ്ലാറ്റി ഉണ്ട് കണ്ടത് കേട്ടോ. ഇതിനെ അങ്ങോട്ട് ഇട്ടേക്കാം. ഗൈസ്, എൻ്റെ പൊന്നെ, നിങ്ങൾ കണ്ടോ? ഈ ക്യാമറ കാണാൻ പറ്റുന്ന അറിയത്തില്ല. നമ്മൾ ഇത്രയും നാള് ഞാൻ ഇതിനകത്ത് സക്കറിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും വലുതായത് ഗൈസ്. ഒരു മുഴുത്തൊരു സക്കർ ചേർത്തുണ്ട് കേട്ടോ. അടിപൊളി. പിടിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. വെയിറ്റ് ഗൈസ്, നമുക്ക് വെള്ളം വറ്റി തീർന്നിട്ട് അവന് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, കാരണം ഇത്രയും വെള്ളത്തിന് പുള്ളിനെ പിടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. വാങ്ങി ഗൈസ്, പ്ലാറ്റി. അപ്പോൾ ഇവരെല്ലാം നമ്മൾ റീലൊക്കേറ്റ് ചെയ്യണം കേട്ടോ. മച്ചന്മാരൊരു ഷ്രിമ്പ് ഇതേണ്ടേ, ഇതെങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഞാൻ വെള്ളം മാറിയപ്പോഴല്ലോ മറ്റേ നിന്ന് ചാടിയതാണെന്നൊരു പിടിയില്ല കേട്ടോ. എന്തായാലും നമ്മളിതിനെ കളയുന്നില്ല. നമുക്കൊരു ചെറിയൊരു ടാങ്ക് കിട്ടും. ഇതിനകത്ത് ഷ്രിമ്പ്, വെറൈറ്റി ഷ്രിമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇടാം അതിനെ. ഇതേ പോന്നു സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടുത്തെ ചെറിയൊരു ചുഴി നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ചുഴി ഇതുണ്ടോ. ഇതിനകത്തൊരു ബ്ലാക്ക്, ബിക്കോസ് എനിക്ക് ആപ്പാടെ എൻ്റെ കയ്യിൽ 2 ബ്ലാക്ക് ഷ്രിമ്പേ ഉള്ളൂ. സി ഓടിപ്പൊളി മച്ചാമാർ, ഇതെങ്ങനെ വന്നെന്നൊരു പിടിയില്ല. എനിക്ക് ബ്ലാക്ക് ഷ്രിമ്പ് ഇല്ലായിരുന്നു, 2 എണ്ണം എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ ഇതെങ്ങനെ വന്നത് എന്താണല്ലോ. ഇതിനെ നമുക്ക് ഇതാണ് എൻ്റെ ഉള്ളൊരു ഷ്രിമ്പ് ബ്ലാക്ക് ഇതേണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഇട്ടതാണ്ട പോകുന്നു. അഗ്രസീവാണ്, കാരണം ഇവൻ ആൾക്കാരെ കണ്ടിട്ടേ ഇല്ല. ഞാൻ പോലും കണ്ടിട്ടില്ല. അപ്പം പയ്യെ പിടി. ചാടല്ലേ വാ, ഞാൻ ഒന്നും ചെയ്യത്തില്ല. നിന്നെ ഇവിടെ കൊണ്ടിട്ടത് ഞാനല്ലേ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇവനെ നല്ല വെള്ളത്തിലേക്ക് മാറ്റുവാണ്. ഓക്കെ, തൽക്കാലം അവിടെ കിടന്നു. നിനക്ക് പറ്റിയ സ്ഥലമല്ല, ബട്ട് സ്റ്റിൽ അവിടെ കിടക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ചെളി മാക്സിമം കഴുകിക്കളണം. അപ്പോൾ ഈ ചെടി നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല വളമാണ്. അപ്പം നമുക്കിത് ഏതെങ്കിലും ചെടിയുടെയൊക്കെ ചുവട്ടിലേക്ക് ഒഴിക്കുവാണെങ്കിൽ ചെടിയൊക്കെ നന്നായിട്ട് വളരും. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിത് കളയുന്നില്ല. അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് തന്നെ നമുക്കിതെടുത്ത് നമ്മുടെ കരിയാപ്പിൻ്റെ ചുവട്ടിലേക്ക് കഴിക്കാം. അമ്മി മാറിക്കോ. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാട് കൊണ്ട് ഇതുണ്ടോ, നമ്മൾ കുളം നിങ്ങൾ ആദ്യം കണ്ട പോലെയല്ല. നമ്മൾ നല്ലതായിട്ട് വൃത്തിയാക്കി നമ്മൾ ഗോൾഡ് വിഷനൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെടിയൊക്കെ അവിടെ എടുത്ത് പ്ലാൻ ചെയ്തു. അതാണെങ്കിൽ കുറച്ച് ഹൈ ഗ്രൗണ്ടാണ്. അപ്പം അമ്മയ്ക്കാണെങ്കിൽ കയറി നടക്കാനും കുറച്ച് നേരം വെയിൽ കൊള്ളാനൊക്കെ സ്ഥലമുണ്ട്. അതുപോലെ നമ്മൾ തടിയൊക്കെ ഇട്ടിട്ടുണ്ട്. തടി ഇട്ടതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന ഈ റെഡ് ഇയർഡ് സ്ലൈഡറിൻ്റെ ഒരു പ്രത്യേകത, അവയ്ക്ക് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്ന എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിനെ സ്ലൈഡർ എന്ന് വിളിക്കുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഒരെണ്ണത്തിന് വെക്കാം കേട്ടോ. ഒരെണ്ണത്തിന് ഇവിടെ വെക്കാം. നമുക്ക് ഇതിനെ കൂടെ എടുത്ത് വെക്കാം കേട്ടോ. മറ്റേത് എന്താണ് അനങ്ങുന്നൊന്നുമില്ല. ഇതുണ്ട്, ഇത് നോക്കിയാൽ ഇവൻ ഭയങ്കര ആക്റ്റീവ്. അത് പോയി. ഇതുണ്ട്, ഇതിനെ സ്ലൈഡർ എന്ന് വിളിക്കാനുള്ള കാര്യം ഇതാ. ഈ പാറയെന്നും കല്ലേന്നും ഒക്കെ പെട്ടെന്ന് തെന്നി താഴോട്ട് ഇറങ്ങുന്നതുകൊണ്ടാണ് സ്ലൈഡർ വിളിക്കുന്നത്. ആട് പോകുന്നത് എത്ര വട്ടം ഇറങ്ങിപ്പോയെന്ന്. നമുക്കിതിന് തീറ്റ കൊടുത്താലോ? ആമ തീറ്റ നീ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോടി? അമ്മ കണ്ടിട്ടുണ്ടോ? ആമ തീറ്റ ഇവരാരും കണ്ടിട്ടില്ല. അപ്പൊ കാണിച്ചു തരാം. കുറച്ച് ടർട്ടിൽ ഫുഡ് ഇട്ട് കൊടുക്കാം. അപ്പം അവൻ ആ ടർട്ടിൽ ഫുഡ് കഴിക്കുമെന്ന് നോക്കാം. ഇത് ഫ്ലോട്ടിംഗ് ടൈപ്പാണ്, അതായത് വെള്ളത്തിൽ ഇട്ടാൽ പൊങ്ങി കിടക്കുന്ന ടൈപ്പാണ്. എന്താണെന്ന് നമുക്ക് ആദ്യമേ ഇത് കൊടുത്ത് നോക്കാം കേട്ടോ. അവന്മാർ ഇതുവരെ ഒന്ന് നോക്കിയിട്ടൊന്നും അല്ലാതെ എടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ചെമ്മീൻ വിടാം കേട്ടോ. കുറച്ച് ചെമ്മീൻ വെള്ളത്തിനോട് ചേർന്ന്. രണ്ടാൾ നമ്മുടെ കല്ലട വന്നിട്ടുണ്ട്. അടിപൊളി. അവനൊരെണ്ണം കൊണ്ടുപോയി. അതെ, നമ്മുടെ ഫസ്റ്റ് കല്ലട രണ്ടാമത് വരുന്നുണ്ട്.
അതേണ്ട രണ്ടുപേരും ഉണ്ടല്ലോ. ഗോൾഡ് ഫിഷ് എന്താണെങ്കിലും മറ്റവനെ ഓടിച്ചു കേട്ടോ. ഇവന്മാരിങ്ങനെ നോക്കി നിൽക്കുന്നുള്ളൂ. ഇവന്മാർ എന്തുകൊണ്ടാണ് തീറ്റ എടുക്കാത്ത നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് രണ്ടുപേരും വന്നിട്ടുണ്ട്. നമുക്ക് നാളൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് തീറ്റ വെള്ളത്തിലിട്ട് നോക്കാം. വെള്ളത്തിൽ നിന്ന് ഇനി തീറ്റ എടുക്കുമെന്ന് അറിയത്തില്ലല്ലോ, ചിലപ്പോൾ പുതിയതായതുകൊണ്ടായിരിക്കും. അതേ വരുന്നുണ്ട് പുള്ളി. വയ്യെ പരിസരമൊക്കെ വീക്ഷിക്കുവാണ് കേട്ടോ. ഗോൾഡ് ഫിഷ് എന്താണല്ലോ ഒരെണ്ണം കഴിച്ചു. ഒരെണ്ണം നോട്ടീസ് ചെയ്തിട്ടുണ്ട് പുള്ളി. ഫസ്റ്റ് അടിപൊളി. എന്തായാലും ഇവൻ രണ്ടെണ്ണം കഴിച്ചു. ഇവൻ ഇച്ചിരി ആക്റ്റീവാണ് ആള്. നമ്മൾ അവിടെ വെച്ചപ്പോൾ ഇവനായിരുന്നു ആദ്യമേ ചാടി ഇറങ്ങിയത്. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി പയ്യെ ക്യാമറ എടുത്ത് വെള്ളത്തിന് അടിയിൽ വെച്ചാലോ, എന്നിട്ട് അണ്ടർ വാട്ടർ ഒന്ന് നോക്കിയാലോ. കുറച്ച് ചെമ്മീനും കക്കയിറച്ചിയൊക്കെ ഇട്ടിട്ട് അത് ചിലപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ തീറ്റയായിട്ട് ഇടുന്നത് ചെമ്മീനും പച്ച ചെമ്മീനും കക്കയിറച്ചിയാണിത്. നമ്മുടെ ആമക്കുട്ടൻ വന്നിട്ടുണ്ട്. പുള്ളിയുടെ പേടി പോയിട്ടില്ല കേട്ടോ. കല്ലട എന്താണെങ്കിലും നമ്മുടെ മീനുകൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. സക്കറും ഗോൾഡ് ഫിഷും അവർക്ക് വലിയ പേടിയൊന്നുമില്ല. നമ്മുടെ കാര്യം നിൽക്കുന്നുണ്ടോ, അവൻ എപ്പോഴും നല്ല ഷെയ്ഡിലൂടെ നിൽക്കത്തുള്ളൂ. അതേ പുള്ളി വരുന്നുണ്ട്. ചെമ്മീൻ ലക്ഷ്യമാക്കി അടിപൊളി ചെമ്മീൻ എടുത്തു. ഇവൻ കഴിക്കുന്ന സക്കർ അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. സക്കർ ചുമ്മാ അങ്ങോട്ട് ചെന്നിട്ട് അവനെ ഇറിറ്റേറ്റ് ചെയ്ത് നോക്കിയേ, ഒരു കാര്യമില്ല ചെന്ന് അതിനെ കുത്തിക്കൊണ്ടിരിക്കുക. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം കറക്റ്റായിട്ട് കട്ടള അല്ലെങ്കിൽ കാർപ്പ് വർഗ്ഗത്തിൽ വരുന്ന മീനുകളൊക്കെ ഇങ്ങനെയാണ് തീറ്റ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഗോൾഡ് ഫിഷ് കഴിച്ച പോലെ. കാരി സീനിൽ എൻട്രി ചെയ്തിരിക്കുകയാണ്, പക്ഷേ തീറ്റ എടുത്തില്ല. നമ്മുടെ സക്കറിന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അവൻ ആമയായിട്ട് അത്ര സുഖത്തിലല്ല. ഇത് നോക്കിയേ, ദൈവം എന്നെ പുഷ് ചെയ്തോ. എൻ്റെ പൊന്നെ, അത്രയ്ക്ക് പ്രശ്നമാണ് ഇവർ. എന്നാലും നമ്മുടെ ആമ വിടത്തില്ല കേട്ടോ. പുള്ളി ദൈവം പിന്നെ വരുന്നുണ്ട്, പാവം. ആ രണ്ട് വലിയവന്മാരെ ഇടയ്ക്കൂടെ പാവുന്നുണ്ട് കേട്ടോ. എടാ നിന്റെ വായിൽ ഒതുങ്ങുന്ന എടുക്കടാ. ഇതേ സക്കർ വീണ്ടും അവനെ ഓടിച്ച്. സക്കറിനെ അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലോ. പുള്ളിതേ പിന്നെയും വരുന്നുണ്ട്. ഇപ്രാവശ്യം കക്കാറച്ചിയാണ് കേട്ടോ. അവൻ ആദ്യമായിട്ടാണ് കക്കാറച്ചി എടുക്കുന്നത്. ഇത്ര നേരം ചെമ്മീനിട്ടായിരുന്നു പിടി. കക്കാറച്ചി അതിൻ്റെ വായിൽ ഏകദേശമൊക്കെ കയറുന്നുണ്ട്, എന്നാലും കടിച്ചു പറിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അച്ഛന്മാരെ സക്കറിന് എന്തോ പ്രശ്നമുണ്ട്. അവൻ നമ്മുടെ ആമേനെ അങ്ങോട്ട് അതിൻ്റെ കക്കാറച്ചി മേടിച്ച് ആമ എന്താണ് അതിൻ്റെ വായിന്ന് തിരിച്ച് മേടിച്ചിട്ട് നോക്കി. സക്കറിനെ വായിക്കകത്തുനിന്ന് എടുത്തോണ്ട് വന്നേ. കൊടുക്കാവുന്നൊരു ലൈക്ക്. അത്ര വലിയ സാധനത്തിനോട് പൊരുതി അവൻ ആ കക്കയിറച്ചി മേടിച്ചിട്ടുണ്ട്. മീനുകളും മനുഷ്യരെ പോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ ആക്രാന്ത വാർത്തയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സക്കർ വെറുതെ നമ്മുടെ ആമേനെ ഉപദ്രവിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അത്രയും തീറ്റ എടുക്കുക. ഇതേ പിന്നെ ഓടിച്ച് നോക്കി, ചുമ്മാ അങ്ങ് കുത്തുവാണ് നോക്കി.
കണ്ടല്ലോ, നമ്മള് ഫീഡിംഗ് ഒക്കെ കണ്ടു. നമ്മൾ അണ്ടർ വാട്ടർ ക്യാമറ ഒക്കെ വെച്ച് കൊടുത്തു. ഇന്നത്തെ ആറ് ഏറ്റവും കൂടുതൽ വഴക്കാളി ശ്രീകുട്ടി. ഏത് മീൻ? സക്കർ. നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യമുണ്ട്, സക്കർ എന്നാണെങ്കിലും നമ്മുടെ ആമേനെ 2-3 പ്രാവശ്യം തല്ലേക്ക് വിടുന്നുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. മമ്മി പപ്പ വലയൊക്കെ അവിടെ റെഡിയാക്കി ഇടുവാണ്. ഇവളെ കണ്ട് വലിയ പരിചയം കാണത്തില്ല. ഇവള് മുട്ട അടിച്ചിരിക്കുവാണ്. ഇപ്പൊ അതേ ലോക്ക്ഡൌൺ ആയിട്ട് ഇവന്മാർ 2 പേരും മുട്ട അടിച്ചിരിക്കുകയാണ്. ഇപ്പൊ മോഹ ഷേപ്പ് കണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ആളാരാണ്. ആരാണിത്? അല്ല, നീയല്ല, ഇതാരെന്ന്? നിന്റെ ചേച്ചിയുടെ പേരണ? ശ്രീപ്രഭ. അപ്പൊ ഇത് ശ്രീകുട്ടിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ശ്രീകുട്ടിനെ വിളിക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. 6 ബൈ.